വേനൽമഴ ലഭിച്ചതോടെ ഹൈറേഞ്ചിൽ ചക്ക മൂപ്പത്തി തുടങ്ങി. പുറംതൊലി മുതൽ അകക്കാമ്പ് വരെ ഉപയോഗപ്രദമെങ്കിലും കേരളം പ്രതിവർഷം പാഴാക്കുന്നത് 2000 കോടി രൂപയുടെ ചക്കയെന്നാണ് കണക്ക്. വിശക്കുന്ന വയറിന് പശ്ചിമഘട്ട മലനിരകളുടെ വരദാനമായ കേരളത്തിന്റെ ചക്ക പാഴാക്കുന്നത് അജ്ഞത മൂലമാണെന്ന് വിദഗ്ധർ പറയും. ഓരോ മഴക്കാലത്തും ചക്ക മൂപ്പത്തി പഴുത്ത് നിലത്ത് വീണ് ചീഞ്ഞു പോകുന്ന കാഴ്ച ഹൈറേഞ്ചുകാർക്ക് സുപരിചിതമാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മൂപ്പത്തി വരുന്ന ചക്ക വിലക്കെടുക്കാൻ ഹൈറേഞ്ചിലേക്ക് വ്യാപാരികൾ എത്തുന്നുവെങ്കിലും ഇത്തരത്തിൽ വിൽപ്പന നടക്കുന്നതിലും അധികം ചക്ക ഓരോ മഴക്കാലത്തും ഉപയോഗിക്കാതെ വെറുതെ നശിച്ചു പോകുന്നുണ്ട്. പുറംതൊലി മുതൽ അകക്കാമ്പ് വരെ ഉപയോഗയോഗ്യമെങ്കിലും കേരളം പ്രതിപക്ഷം പാഴാക്കുന്നത് 2000 കോടി രൂപയുടെ ചക്കയെന്നാണ് കണക്ക്. അതേസമയം തമിഴ്നാട് ചക്ക വിഭവങ്ങൾ കേരളത്തിലേക്ക് ഉൾപ്പെടെ കയറ്റി അയച്ച് സമ്പാദിക്കുന്നത് കോടികളാണ്. ചക്കയിൽ വരിക്ക ഇനത്തിന് മാത്രമാണ് ഡിമാൻഡ്. മറ്റുള്ളവ പ്ലാവിൻ ചുവട്ടിൽ പഴുത്തു വീണ് അഴുകി നശിക്കുന്നു. ചിപ്സും മറ്റും ഉണ്ടാക്കി പണമാക്കേണ്ട ചക്കയാണ് ഇങ്ങനെ കളയുന്നത്. അപ്പോൾ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ഫാക്ടറി ഇടുക്കി ജില്ലയിൽ പല ഭാഗത്തായി തുടങ്ങുകയാണെങ്കിൽ ഇവിടുത്തെ കർഷകന് പറമ്പിൽ തന്നെ നല്ലൊരു വില ലഭിക്കുന്നതാണ്. കർഷകർക്കും മറ്റു വിളകൾ വെയിൽ വന്ന് നശിക്കുമ്പോൾ പ്ലാവ് അതിജീവനം നടത്തുന്ന, എത്ര വരണ്ട കാലാവസ്ഥയിലും പ്ലാവ് അതിജീവനം നടത്തുന്ന ഒരു വൃക്ഷമാണ്. പച്ചച്ചക്ക നന്നാക്കി എടുക്കാനുള്ള മടിയാണ് പ്രധാന കാരണം. ചിപ്സ് യൂണിറ്റുകൾ പോലും ചക്ക നന്നാക്കാൻ ആളെ കിട്ടാത്തതിനാൽ തമിഴ്നാട്ടിൽ നിന്ന് ചിപ്സ് വരുത്തി പായ്ക്ക് ചെയ്താണ് വിൽപ്പന നടത്തുന്നത്. ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ പ്രധാന വിഭവമായിരുന്നു ചക്ക. അവിയലായും പുഴുക്കായും പഴമായും എല്ലാ വീട്ടിലും തിളങ്ങി നിന്ന ചക്കയെ പുതുതലമുറ പക്ഷേ കൈവിട്ടു. ചക്ക നല്ലൊരു ഔഷധവുമാണ്. പ്രമേഹ രോഗികൾ പച്ചച്ചക്ക കഴിച്ചാൽ ഇൻസുലിൻ ഉൽപാദനം മെച്ചപ്പെടും. ചക്കമുള്ള ഉണങ്ങി തിളപ്പിച്ചത് ദാഹശമനിയാക്കുന്നവരുമുണ്ട്. വിശക്കുന്ന വയറിന് പശ്ചിമഘട്ട മലനിരകളുടെ വരദാനമായ കേരളത്തിന് ചക്ക പാഴാക്കുന്നത് അജ്ഞത മൂലമാണെന്ന് വിദഗ്ധർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.